സരിപ്പോത ശനിവാരം, അതായത് സൂര്യ സാറ്റർഡേ എന്ന സിനിമയെ പറ്റിയാണ് ഇന്ന് പറയാനുള്ളത്. തെലുങ്ക് നടൻ നാനിയുടെ തെലുങ്ക് പടമാണ്. കൂടെ എസ്.ജെ. സൂര്യയും ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് മറ്റ് ആർട്ടിസ്റ്റുകളും വർക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു ആക്ഷൻ പടം, സിനിമ അനുഭവമാണ്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഇമോഷനുകൾ കൈകാര്യം ചെയ്ത ജെയ്ക്സ് ബിജോയുടെ നല്ല ഒന്നാന്തരം പശ്ചാത്തല സംഗീതമുള്ള BGM വളരെ നന്നായിരുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആയ ഒരു ചിത്രമാണെന്ന് പറയാം. സൂര്യ സാറ്റർഡേ എന്ന് പറയുമ്പോൾ ശനിയാഴ്ച ദിവസം, അതായത് സാറ്റർഡേ ശനിയാഴ്ചക്ക് ഈ ചിത്രത്തിൽ വളരെയധികം പ്രത്യേകതയുണ്ട്. ശനിയാഴ്ചയെ കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ ഒരു കഥ എന്നുള്ള പുരോഗതി നടക്കുന്നുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ കഥ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം ഇമോഷണലായ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായും നമ്മൾ വെറും ഒരു ആക്ഷൻ പടത്തിനപ്പുറം ഇതിൽ തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഏകദേശം 3 മണിക്കൂറിനടുത്തുണ്ട് സിനിമ എങ്കിൽ പോലും ഒട്ടും ബോറടിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ആ സമയങ്ങളിലൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ ചിരിപ്പിക്കേണ്ടടുത്ത് ചിരിപ്പിച്ചും ഒട്ടേണ്ടടുത്ത് അടിപൊട്ടിച്ചും ഒക്കെ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ആക്ഷൻ കൊറിയോഗ്രഫി ആയാലും അതോടൊപ്പം തന്നെ നായികയുടെ പെർഫോമൻസ് ഓൾ ഓവർ എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവം തന്നെയാണ് ചിത്രം ഇതാക്കിയിട്ടുള്ളത്. നാനി ഇതിനു മുമ്പ് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ആളുകളെ കയ്യിലെടുത്തിട്ടുള്ള ആളാണ്. അതോടൊപ്പം എസ്.ജെ. സൂര്യ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഒരു വില്ലൻ റോളിൽ നായകൻ ഉയരണമെങ്കിൽ അത് എസ്.ജെ. സൂര്യ വരണമെന്നാണ് പുതിയ സിനിമാ തിയറി. അതുകൊണ്ട് എസ്.ജെ. സൂര്യയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിൽ വരുന്നത് വളരെ മികച്ചതാണ്. അദ്ദേഹം അതിൻ്റെ പീക്ക് ലെവലിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്, ആ ഒരു വില്ലൻ കഥാപാത്രം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും ഒക്കെ വളരെ നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള എക്സിക്യൂഷൻ, കൃത്യമായ ഫൈറ്റ് സീൻസ്, അതുപോലെ തന്നെ ബാക്കി കഥകൾ മുമ്പോട്ട് സഞ്ചരിക്കുമ്പോഴും നമ്മളെ ഇരുത്തുന്നുണ്ട് ഓരോ സമയത്തും. വളരെ എൻജോയ് ചെയ്ത് കണ്ട സിനിമ എന്ന് തന്നെ പറയാം. തീർച്ചയായും ഈ ഒരു പടം മലയാളത്തിലാണ് കണ്ടത്. അപ്പോൾ മലയാളത്തിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തെലുങ്ക് പടം മലയാളത്തിൽ ഡബ്ബ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാൻ ചില സമയത്ത് ഡബ്ബിംഗ് പാളിയാൽ സിനിമയെ മൊത്തത്തിൽ ബാധിക്കാറുണ്ട്. പക്ഷെ അതുപോലും പ്രശ്നമില്ലാത്ത രീതിയിൽ വളരെ നന്നായി തന്നെ ഡബ്ബിംഗ് അടക്കം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ എഴുത്തുകളൊക്കെ തെലുങ്കിൽ വരുന്ന സാധനങ്ങളൊക്കെ മലയാളത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റു ചില സിനിമകളിൽ കാണാത്തതാണ്. ഡബ്ബിംഗ് വെർഷനുകളിൽ ഇതിൽ അതും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ചിത്രം കൂടിയാണിത്. നാനിയുടെയും എസ്.ജെ. സൂര്യയുടെയും അതോടൊപ്പം തന്നെ മറ്റു കഥാപാത്രങ്ങൾ ചെയ്ത എല്ലാവരും വളരെ മികച്ചു നിൽക്കുന്നുണ്ട്.